തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ KPCC ഓഫീസിന് മുന്നിൽ പന്തൽ ഒരുങ്ങുന്നു. പായസത്തിനും ലഡുവിനുമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി വൈകുന്നേരം DJ പരിപാടി ഉണ്ടാകും. മേഘന മുരളിയാണ് ചേരുന്നത്. മേഘന, വിവരങ്ങൾ. ഉന്മേഷ, തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും UDFും എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് KPCCക്ക് മുന്നിലാണ്. KPCCയിൽ മുന്നേ തന്നെ ആഘോഷങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ KPCCയുടെ മുന്നിലുള്ള ഈ പന്തലൊരുങ്ങുകയാണ്. അത് ഈ നാളെയുള്ള ആഘോഷങ്ങളുടെ അടക്കം കൂടാതെ LED വാളടക്കം ഇവിടെ സജ്ജീകരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പന്തലൊരുങ്ങുകയാണ് ഇവിടെ. രാവിലെ തന്നെ ഈ പന്തലിനുള്ള പരിപാടികളും സജ്ജീകരണങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അധികം എളുപ്പത്തിൽ അഴിക്കാൻ പറ്റുന്ന പന്തലല്ല. അത്രയും ആത്മവിശ്വാസം ഉണ്ട് നേതാക്കൾക്ക് എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം പ്രതികരിച്ചു. ദീപാദാസ് മുൻഷിയും പറയുന്നത് 100 കുറവില്ലാത്ത സീറ്റുകളിൽ UDF വിജയിക്കുമെന്നുള്ളതാണ്. LDFിനെ വലിയ രീതിയിൽ മറികടക്കാൻ വേണ്ടി ഇത്തവണ UDFിനും കോൺഗ്രസിനും കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിശ്വാസം. ഇവിടെ ഒരുപാട് നേതാക്കൾ മുന്നേ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എത്ര സീറ്റുകൾ ലഭിക്കും തൂക്കം ഇത്തവണ? വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്ന് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നയിച്ച ശ്രീ KC വേണുഗോപാലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെ കൃത്യമായി അതിൻ്റെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. 100-ലധികം സീറ്റുകൾ നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വലിയ ജനവികാരമായിരിക്കും ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണം പറയുന്നില്ലെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ശ്രീ KC വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട്. പന്തലൊരുങ്ങുന്നു, പായസത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ വരും. കേരളത്തിലെ ജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങളും ആഗ്രഹിച്ചത് ഒരു ഭരണമാറ്റമാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. വലിയ ഭൂരിപക്ഷത്തിലാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഐക്യജനാധിപത്യ മുന്നണി പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും നേടിയത്. ശരി മേഘന, ഏതായാലും KPCC ഓഫീസിന് മുന്നിൽ പന്തലൊരുങ്ങുകയാണ്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.